ഇടുക്കി ഗ്യാപ് റോഡിൽ വീണ്ടും സാഹസിക യാത്ര. ദൃശ്യങ്ങൾ സഹിതം വാർത്ത പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ വാഹനം പിടികൂടിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാനടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. സാഹസിക യാത്ര തടയുന്നതിന് ബോധവൽക്കരണവും ഒപ്പം സൂചനാ ബോർഡുകളും സ്ഥാപിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ഇന്ന് രാവിലെയാണ് തെലങ്കാന സ്വദേശികളായ യുവാക്കൾ മൂന്നാർ സന്ദർശനത്തിന് വരുന്നതിനിടയിൽ ഗ്യാപ് റോഡിൽ സാഹസിക യാത്ര നടത്തിയത്. ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ടർ വാർത്ത പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ സാഹസിക യാത്ര നടത്തിയ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. ഡ്രൈവറോട് തൊടുപുഴ എൻഫോഴ്സ്മെന്റ് RDO മുമ്പാകെ ഹാജരാകാൻ നിർദ്ദേശവും നൽകി. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്കും കടക്കും. നിലവിൽ എന്താണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്? ആ വാഹനം എൻഫോഴ്സ്മെന്റ് RTOയുടെ നിർദ്ദേശപ്രകാരം കസ്റ്റഡിയിൽ എടുക്കുകയും മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഡ്രൈവർക്ക് ബഹുമാനപ്പെട്ട RTOയുടെ മുന്നിൽ ഹാജരാകുന്നതിനിടയിലെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതിലിപ്പോൾ RTO ഹിയറിംഗിന് ഹാജരിന് ശേഷം ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക ആ രീതിയിലേക്ക് വരുന്നതായിരിക്കും. മോട്ടോർ വാഹന വകുപ്പ് നടപടി കടുപ്പിക്കുകയും വാർത്തകൾ പുറത്തുവരികയും ചെയ്ത സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ളവരുടെ നിയമലംഘനം കുറഞ്ഞിട്ടുണ്ട്. ഇതര സംസ്ഥാനത്തു നിന്നടക്കം എത്തുന്നവരുടെ സാഹസിക യാത്ര തടയുന്നതിന് ബോധവൽക്കരണവും ഒപ്പം റോഡിൽ സൂചനാ ബോർഡുകളും സ്ഥാപിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ്. ഡ്രൈവർമാർക്കുള്ളൊരു അറിവില്ലായ്മയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നത്. നമുക്ക് എൻഫോഴ്സ്മെന്റ് ശക്തിപ്പെടുത്തുക എന്ന് മാത്രമുള്ളതാണ്. പിന്നീട് ബോധവൽക്കരണം നടത്തുക. കൂടാണ്ട് NHAയുടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കുറച്ച് റോഡ് സേഫ്റ്റി സംബന്ധമായ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഗ്യാപ് റോഡിൽ മാത്രം സാഹസിക യാത്ര നടത്തിയത് 5 വാഹനങ്ങളാണ്. ഇതിൽ ഒരെണ്ണം മാത്രമാണ് കേരളത്തിൽ നിന്നുണ്ടായിരുന്ന വാഹനം. പരിശോധനയും നടപടികളും കടുപ്പിക്കുവാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനവും. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.